ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മോക്കുതല. ഇന്ന് കിളിമീൻ കൊണ്ട് ഒരു അടിപൊളി കറിയായാലോ. ഇത് കിളിമീൻ എന്നറിയപ്പെടുന്ന മീനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുതിയാപ്ലക്കോര എന്നാണ് വിളിക്കാറ് കേട്ടോ. കിളിമീൻ എന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ല. എന്തായാലും ഇതിൻ്റെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അത് നമുക്ക് ഈ പുതിയാപ്ലക്കോരയുടെ അല്ലെങ്കിൽ കിളിമീൻ്റെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കി വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ കിളിമീനാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് വൃത്തിയാക്കി എടുത്തു വരാം. ഇപ്പോൾ ഞാൻ മീനെല്ലാം വൃത്തിയാക്കി ഇവിടെ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നത് കുടംപുളിയാണ്. നമ്മൾ കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരമാണിത്. ഞാൻ ഇത്രയും ഉരുളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം, അതായത് അരമുറി നാളികേരത്തിന് കുറച്ച് കുറവ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിൽ തേങ്ങ മാത്രമാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ അരച്ചെടുത്തായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. വെറും ഒരു 2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചു. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 3 പച്ചമുളക് കീറിയതും. വെളുത്തുള്ളി ഞങ്ങൾ മീൻ കറിയിൽ ഉപയോഗിക്കാറില്ല, ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം ഒരു സവോള, മീഡിയം സൈസ് സവോളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഒരുപാട് കളറൊന്നും മാറി വരണ്ട, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഏകദേശം അതിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് കൂടാതെ ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇതോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നു കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ചുവന്ന കളറായിട്ട് വരും. തക്കാളിയെല്ലാം ഉടഞ്ഞ് ചേരണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ പാകത്തിനുള്ള ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് വഴറ്റി തുടങ്ങാം. ഇത് വഴറ്റി നല്ല ഒരു കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ തക്കാളി മുഴുവൻ ഇതിൽ ഉടഞ്ഞു ചേരണം. ആ രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ വീണ്ടും സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും വഴറ്റി തുടങ്ങുന്നു. നല്ല രീതിയിൽ ബുദ്ധിമുട്ടി കറി വെച്ചാലാണ് നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് മീൻ കറിയെല്ലാം കഴിക്കാൻ കഴിയുക. പിന്നെ ഈ ഉണ്ടാക്കാൻ പോകുന്ന കറി ശരിക്കും ഊണിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇതൊന്ന് അടച്ചു വയ്ക്കുന്നു. അങ്ങനെ അടച്ചു വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേരും. അപ്പോൾ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ഈ കറി ചപ്പാത്തി, പൊറോട്ട എന്നിവയോടൊപ്പം കഴിക്കാനാണ്. അത് ഞാൻ പരീക്ഷിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഈ വെള്ളം ഡ്രൈ ആവുന്നത് വരെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ല രീതിയിൽ മൊരിഞ്ഞു വരും. അപ്പോൾ ഒരു അപാര രുചിയായിരിക്കും ഈ കറിയുടെ മസാലയ്ക്ക്. അത് വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് കുടംപുളി എടുത്ത് വെച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാമല്ലോ. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം, ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ഈ മീൻ വെറുതെ ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ വേവുന്ന മീനാണ്. കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ മുള്ള് മാത്രമാണ് ഇതിൽ ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ.
അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ തിളച്ചതായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മീൻ റെഡിയാക്കി വെച്ച മീൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ആ വീഡിയോ അതിലിടുന്ന വീഡിയോ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നു. അപ്പോൾ മീൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വെറും 2 മിനിറ്റ് തിള വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് മാത്രം. അപ്പോൾ ഏകദേശം നമുക്കൊരു 3 മിനിറ്റ് നേരം ഇവിടെ ഇത് വേവിച്ചാൽ നമ്മുടെ മീൻ വേവും. കൂടുതൽ വേവിച്ചാൽ ഈ മീൻ ബാക്കി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ 2 മിനിറ്റിന് തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തിളച്ച് കയറുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ നല്ല രീതിയിൽ വെന്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കിളിമീൻ എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിലിട്ടാൽ അപ്പം തന്നെ വേവുന്നതാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വല്ലാതെ ഇളക്കാനൊന്നും പറ്റില്ല, എന്നാലും കുറച്ചുകൂടെ വെള്ളം ഞാൻ മിക്സി കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ എല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് വീണ്ടും നമുക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടിട്ട് അപ്പോൾ 2-3 മിനിറ്റാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഈ മീൻ ഇട്ടതിന് ശേഷം വേവിച്ചിട്ടുള്ളത് കേട്ടോ. വളരെ പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ കറി മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് വറവിടാനുണ്ട്. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചെറിയ ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി കറിവേപ്പില ചേർത്തിട്ട് നമ്മുടെ രുചികരമായിട്ടുള്ള കിളിമീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സുന്ദരമായിട്ടുള്ള ഒരു മീൻ കറി ഇവിടെ റെഡിയായി എന്നർത്ഥം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരിക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മോക്കുതല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറെല്ലാം ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, പരീക്ഷിക്കുക. ഓക്കെ, ബായ്.